2020 മോഡൽ ഡീസൽ മാനുവൽ ക്രെറ്റ ചോദിച്ചവർക്ക് ABZ മോട്ടോർബ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് SX ഓപ്ഷനിൽ വരുന്ന ഡീസൽ മാനുവൽ ക്രെറ്റ ആണ്. ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു കിഡിലൻ മുതലുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ABZ മോട്ടോർബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ കോമ്പാക്ട് XUV സെഗ്മെന്റിൽ യൂസ്ഡ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മുതലും കൂടിയാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഈ വാഹനം ഉള്ളത്. വേറെ മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഗ്രില്ലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല ക്രോം ഫിനിഷിലാണ് ഇതിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളി കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലൻ വാഹനമാണ്. അപ്പോൾ 43,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ബ്ലാക്ക് കളറിൽ നിങ്ങളൊരു ക്രെറ്റ നോക്കുന്നുണ്ടെങ്കിൽ ഒരു കിടിലൻ മുതലാണ്. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പനോരമിക് സൺറൂഫ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ അലോയ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആയിട്ടുള്ള അലോയ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്രോം എലമെന്റും കാര്യങ്ങളൊക്കെ ഈ ഡോർ പാഡിന് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷിൽ ക്രോം എലമെന്റ് വരുമ്പോൾ എക്സ്ട്രാ ലുക്ക് തരുന്നുണ്ട്. ഈ സൈഡ് പ്രൊഫൈൽ മൊത്തം ബ്ലാക്കിൽ വരുമ്പോൾ ഇവിടെ ചെറിയൊരു ക്രോം എലമെന്റ് വരുന്നത് അത് നല്ല കിഡിലൻ ലുക്ക് തരുന്നുണ്ട്. ഇതിന്റെ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ ചെയ്യാനേ ഉള്ളൂ. അതും പമ്പർമലാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വെൽ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ യൂസ് ചെയ്ത ഒരു വാഹനമാണ്. അപ്പോൾ സെക്കൻഡ് ഓണർ വാഹനമാണ്. അപ്പോൾ ഇനി ഇതിന്റെ ഇന്റീരിയറിലേക്ക് നമുക്ക് പോവാം. നമ്മളിപ്പോൾ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞ അത്യാവശ്യം ഇനി ഇതിന്റെ ഇന്റീരിയറിലേക്ക് പോകാം. നിങ്ങൾ വലുതായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും. കൂടുതലായിട്ട് നമുക്ക് റിവ്യൂ അല്ല പറയുന്നത്, നമുക്ക് സെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഈ വാഹനം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോന്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രീമിയം ലുക്കിലുള്ള ഇന്റീരിയർ ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് ബീജ് കളറിൽ വരുന്ന ഒരു കിടിലൻ ഇന്റീരിയർ തന്നെ പറയാം. നല്ല അടിപൊളി ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. AC വെന്റ് ആണെങ്കിലും ഒക്കെ ഒരു പ്രീമിയം ടച്ച് കൊടുത്ത് ഞാൻ ചെയ്തൊരു ഇന്റീരിയർ തന്നെയാണ്. ഈ വാഹനത്തിന്റെ മീറ്ററും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അനലോഗ് മീറ്ററിലാണ് ഇതിന്റെ മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സെൻട്രലിൽ ചെറിയ ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീസൽ എഞ്ചിൻ വാഹനമാണ്. മാനുവൽ ട്രാൻസ്മിഷന് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. പിന്നെ ഇതിന്റെ സ്റ്റെയറിംഗ് മുതലേക്ക് വരുമ്പോൾ ഒരു കിഡിലൻ സ്റ്റെയറിംഗും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു സ്പോർട്സ് ടൈപ്പ് സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു സ്റ്റെയറിംഗും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ വാഹനത്തിന്റെ സ്റ്റെയറിംഗുമ്പോൾ തന്നെ ബട്ടൺസും കാര്യങ്ങളും കൺട്രോൾസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോളിന്റെ ബട്ടണും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞാൽ വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ്ങും ഒക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ 12 വാട്ടിന്റെ ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. USB പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി എടുത്തു പറയുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഇതിന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം അടങ്ങിയ ഒരു കിഡിലൻ വാനാണ്. കോമ്പാക്ട് XUVയിൽ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു കിഡിലൻ വാഹനം എന്ന് പറയാം. ഈ വാഹനത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന് അടിപൊളി കിഡിലൻ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് വരുന്ന മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് ഇപ്പം സൺറൂഫ് ആണ്. അപ്പോൾ കിഡിലൻ പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന ഒരു കിഡിലൻ വാഹനമാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിന്റെ കിഡിലൻ പനോരമിക് സൺറൂഫ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മൈലേജ് ഉള്ള ഡീസൽ വാഹനം, അതും നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു 2020 നല്ല മോഡൽ കൂടിയ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ക്രെറ്റ ഫുൾ ഓപ്ഷന്റെ നേരെ താഴത്തുള്ള SX ഓപ്ഷന് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കൂടിയും ചെയ്യുക. അപ്പോൾ നമുക്ക് അതൊരു അറിവായിരിക്കും. ഇടൻ ഫീച്ചേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിന്റെ ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ടയർ ഭാഗം മൊത്തത്തിൽ കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ടയറും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ഈ വാഹനത്തിന്റെ പ്രൈസ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 15,50,000 ആണ്. അപ്പോൾ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ്. ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, അതിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ABZ മോട്ടോർബ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.